നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത പ്രശ്നങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും വിട്ടുപോകാത്ത ശീലങ്ങൾ, എത്ര വാതിലുകൾ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകൾ, വീണ്ടും വീണ്ടും നമ്മെ തളർത്തുന്ന ആത്മീയ പോരാട്ടങ്ങൾ. അത്തരം സമയങ്ങളിൽ നാം പലപ്പോഴും ചോദിക്കും, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് ഉപവാസത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഉപവാസം എന്നത് വെറുതെ ഭക്ഷണം ഒഴിവാക്കുന്നതല്ല. ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനോടൊപ്പം നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ഗൗരവമായി ദൈവത്തിലേക്ക് തിരിക്കുന്ന ഒരു ആത്മീയ ശീലമാണ് ഉപവാസം. യേശു തന്നെ ഉപവസിച്ചു, മോശ ഉപവസിച്ചു, ദാനിയേൽ ഉപവസിച്ചു, എസ്തറിൻ്റെ കാലത്ത് ദൈവജനങ്ങൾ ഉപവസിച്ചു. പുതിയ നിയമത്തിലും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയ ആത്മീയ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഉപവാസത്തിന് ശക്തിയുണ്ട് എന്നതിൻ്റെ അർത്ഥം ഉപവാസം ഒരു മന്ത്രമോ മാന്ത്രിക വിദ്യയോ ആണെന്നല്ല. നമ്മുടെ ശക്തി ഉപവാസത്തിൽ നിന്നല്ല, നമ്മുടെ ശക്തി ദൈവത്തിൽ നിന്നാണ്. ഉപവാസം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തുന്നു. നമ്മുടെ ശ്രദ്ധ ലോകകാര്യങ്ങളിൽ നിന്ന് മാറ്റി ദൈവത്തിലേക്ക് തിരിക്കുന്നു. ഇന്ന് നമുക്ക് 4 പ്രധാന രീതിയിലുള്ള ക്രിസ്തീയ ഉപവാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യത്തേത് പ്രെയർ ആൻഡ് വർഷിപ്പ് ഫാസ്റ്റിംഗ് ആണ്. ഇത് ഭക്ഷണം ഒഴിവാക്കി വെറുതെ സമയം ചെലവഴിക്കുന്ന ഉപവാസമല്ല. നാം ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ആ സമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കാൻ ശ്രമിക്കണം. പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ആരാധിക്കുക, ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുക. യെശയ്യാവ് 58-ാം അധ്യായത്തിൽ ഉപവാസത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ഒരു സന്ദേശം നമുക്ക് കാണാം. ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം വെറും പുറമേയുള്ള ആചാരമല്ല, ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഉപവാസമാണ്. അതുകൊണ്ട് നാം ചോദിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിട്ടുകൊടുക്കേണ്ടത് എന്താണ്? ചിലപ്പോൾ നാം മറ്റുള്ളവരിൽ പ്രശ്നം കാണും. എന്നാൽ ഉപവാസത്തിലൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം ആദ്യം നമ്മെ തന്നെ കാണിച്ചു തരും. നമ്മുടെ കോപം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ക്ഷമയില്ലാത്ത മനസ്സ്, തെറ്റായ ആഗ്രഹങ്ങൾ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഉപവാസം മറ്റുള്ളവരെ മാറ്റാനുള്ള ആയുധമല്ല, ആദ്യം നമ്മെ മാറ്റാനുള്ള ഒരു ആത്മീയ ശീലമായി മാറുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ വെറുതെ എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം എന്ന് മാത്രം പ്രാർത്ഥിക്കാതെ, കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ പരിശോധിക്കണമേ, എന്നെ മാറ്റണമേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമതായി പ്രൈസ് ആൻഡ് വർഷിപ്പ് ഫാസ്റ്റിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ ആയുധങ്ങളിൽ ഒന്നാണ് സ്തുതി. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ യെഹോശാഫത്ത് രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ സംഭവം കാണാം. വലിയ ശത്രുസൈന്യം അവരുടെ നേരെ വരുന്നു. മനുഷ്യപരമായി നോക്കുമ്പോൾ ജയിക്കാൻ വലിയ സാധ്യതകളൊന്നുമില്ല. എന്നാൽ അവർ ദൈവത്തെ അന്വേഷിച്ചു, അവർ ഉപവസിച്ചു, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അവസാനം യുദ്ധത്തിനു മുമ്പിൽ സ്തുതിക്കുന്നവരെ നിർത്തി. ഇവിടെ നമുക്കൊരു വലിയ ആത്മീയ പാഠമുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നമുണ്ടോ? അപ്പോൾ പറയുക, കർത്താവെ, എനിക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നില്ല, പക്ഷേ നീ നല്ല ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണോ? കർത്താവെ, ഈ വാതിൽ അടഞ്ഞാലും നീ എൻ്റെ ദൈവമാണ്. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്തതുപോലെ തോന്നുന്നുണ്ടോ? കർത്താവെ, മറുപടി വൈകിയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ സ്തുതി. ഉപവാസ സമയത്ത് TV, മൊബൈൽ, സോഷ്യൽ മീഡിയ തുടങ്ങിയവയിൽ സമയം മുഴുവൻ ചെലവാക്കുന്നതിന് പകരം ആ സമയത്ത് ഒരു ഭാഗമെങ്കിലും ആരാധനയ്ക്കും വചനാധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും മാറ്റിവെക്കണം. കാരണം ഉപവാസത്തിൻ്റെ ലക്ഷ്യം വിശപ്പോടെ ഇരിക്കുക എന്നതല്ല, ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുക എന്നതാണ്. മൂന്നാമത്തേതായി കോൺസെൻട്രേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഫാസ്റ്റിംഗ് ആണ്. ഇവിടെ നാം ഭക്ഷണത്തിൽ നിന്ന് മാത്രം വിട്ടുനിൽക്കുന്നില്ല, ദൈവത്തോട് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ചില കാര്യങ്ങളിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുക. അത് സോഷ്യൽ മീഡിയ ആയിരിക്കാം, അനാവശ്യമായ വിനോദങ്ങളായിരിക്കാം, അനാവശ്യ കൂട്ടുകെട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമയം, മനസ്സ്, ആത്മീയ ശ്രദ്ധ എന്നിവ കവർന്നെടുക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. ഉപവാസം നമ്മോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്: ദൈവത്തേക്കാൾ കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്താണ്? ചിലപ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കാം, പക്ഷേ നമ്മുടെ അഹങ്കാരം ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ഭക്ഷണം ഒഴിവാക്കാം,
പക്ഷേ കോപം ഒഴിവാക്കാൻ കഴിയുന്നില്ല. വെള്ളം കുടിക്കാതെ മണിക്കൂറുകളോളം ഇരിക്കാം, പക്ഷേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. സോഷ്യൽ മീഡിയ ഒഴിവാക്കാം, പക്ഷേ അസൂയയും താരതമ്യവും ഒഴിവാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഉപവാസം നമ്മെ കൂടുതൽ ആഴത്തിലുള്ള ആത്മീയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകണം. കർത്താവേ, എൻ്റെ പുറമേയുള്ള ജീവിതം മാത്രമല്ല, എൻ്റെ ഉള്ളിലെ മനുഷ്യനെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. റോമർ 12:1 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രധാനകരമായ ജീവനുള്ള യാഗമായി സമർപ്പിക്കണമെന്നാണ്. അതിനാൽ യഥാർത്ഥ ഉപവാസം അവസാനിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം എല്ലാം അവസാനിക്കരുത്. ഉപവാസം കഴിഞ്ഞിട്ടും നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടാകണം. നമ്മുടെ സംസാരത്തിൽ മാറ്റം, നമ്മുടെ ചിന്തയിൽ മാറ്റം, നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റം, നമ്മുടെ തീരുമാനങ്ങളിൽ മാറ്റം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസത്തിൻ്റെ മനോഹാരിത. നാലാമതായി, ആത്മീയ വെളിപാടിനുള്ള ഉപവാസം. ദൈവത്തോട് നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാം. കർത്താവേ, ഞാൻ ഏത് വഴിയിലാണ് പോകേണ്ടത്? ഈ തീരുമാനങ്ങളിൽ നിൻ്റെ ഇഷ്ടം എന്താണ്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിൻ്റെ പദ്ധതി എന്താണ്? എനിക്ക് എന്താണ് ഉപേക്ഷിക്കേണ്ടത്? എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ചോദ്യങ്ങളുമായി നാം ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ബന്ധപ്പെട്ട ആത്മീയ അന്വേഷണങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം. ഉപവാസം ദൈവത്തെ നമ്മുടെ ഇഷ്ടം ചെയ്യാൻ നിർബന്ധിക്കുന്ന മാർഗമല്ല. ഞാൻ ഇത്ര ദിവസം ഉപവസിച്ചു, അതുകൊണ്ട് ദൈവം ഞാൻ ചോദിച്ച് തന്നെ തരണം എന്ന ചിന്ത ശരിയല്ല. പകരം, കർത്താവെ, എനിക്ക് വേണ്ടത് അല്ല, നിനക്ക് ഇഷ്ടമുള്ളത് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന മനസ്സിലാണ് വേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പ്രധാന മാനദണ്ഡമായിരിക്കണം. ഏതെങ്കിലും സ്വപ്നങ്ങളോ തോന്നലോ വെളിപാട് എന്ന് കരുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ അത് ദൈവവചനത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. യഥാർത്ഥ ആത്മീയ വെളിപാട് നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉപവാസത്തെക്കുറിച്ച് ഓർക്കേണ്ട ചില കാര്യങ്ങൾ. ഉപവാസത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി ഓർക്കുക. എല്ലാവർക്കും ഓരോ രീതിയിലും ഉപവസിക്കേണ്ടതില്ല. ചിലർ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കും, ചിലർ ഒരു നിശ്ചിത സമയത്തേക്ക് ഭക്ഷണം ഒഴിവാക്കുന്നു, ചിലർ ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഉപവാസം തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ആരോഗ്യസ്ഥിതി, പ്രായം, മരുന്നുകൾ, ശാരീരിക ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കണം. ഉപവാസം ശരീരത്തെ അപകടത്തിലാക്കാനുള്ള മാർഗമല്ല. പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്നുകളോ ഉള്ളവർ ഭക്ഷണം ഒഴിവാക്കുന്നതിന് മുമ്പ് ആരോഗ്യ വിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്. കാരണം ദൈവം നമ്മുടെ ശരീരത്തിൽ വിലമതിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ഉപവാസം ദുഷ്ടശക്തികളെ എങ്ങനെ വിറപ്പിക്കുന്നു? നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ഉപവാസം കൊണ്ട് നമുക്ക് അമാനുഷിക ശക്തി ലഭിക്കുന്നില്ല. നമ്മുടെ ശക്തി ക്രിസ്തുവിലാണ്. ഉപവാസം നമ്മെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ജഡിക ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ദൈവവചനം കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ സഹായിക്കുന്നു. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ആത്മീയ പോരാട്ടത്തിൽ ഉപവാസം ഒരു ദൈവ സാന്നിധ്യത്തിലേക്കുള്ള സമർപ്പണത്തിൻ്റെ മാർഗമാണ്, എന്തെങ്കിലും മാന്ത്രിക വിദ്യയല്ല. ഇന്ന് നാം 4 തരത്തിലുള്ള ഉപവാസത്തെക്കുറിച്ച് ചിന്തിച്ചു. 1. പ്രാർത്ഥനയോടും ആരാധനയോടുമുള്ള ഉപവാസം. 2. സ്തുതിയോടും ആരാധനയോടും നിറഞ്ഞ ഉപവാസം. 3. ആത്മസമർപ്പണത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെയും ഉപവാസം. 4. ആത്മീയ വെളിപാടിൻ്റെ ദൈവിക ഉൾക്കാഴ്ചയും നടത്തുന്ന ഉപവാസം. എന്നാൽ ഈ നാലിൻ്റെയും മധ്യത്തിൽ ഒരേ ഒരു വ്യക്തിയാണ് യേശു. ഉപവാസം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം വെറും ആഗ്രഹങ്ങൾക്ക് നേടാനുള്ള മാർഗം മാത്രമായിട്ടല്ല, അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹദാതാവിനെ അന്വേഷിക്കുക എന്നതാണ്. മറുപടിയേക്കാൾ മറുപടി നൽകുന്ന ദൈവത്തെ അന്വേഷിക്കുക. അത്ഭുതത്തേക്കാൾ അത്ഭുതങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുക. പ്രശ്നം മാറുന്നതിനേക്കാൾ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തോടൊപ്പം നടക്കാൻ പഠിക്കുക. നിങ്ങൾ ഇന്ന് ഒരു ഉപവാസം ആരംഭിക്കുന്നുവെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുക: കർത്താവേ, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, നിന്നെ കൂടുതൽ അറിയുവാനായി നിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. എൻ്റെ ഹൃദയം പരിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ നിന്നെ പ്രസാദിക്കാത്തതെല്ലാം നീക്കം ചെയ്യണമേ. എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. നിൻ്റെ വചനം മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടം നടത്തണമേ.
അപ്പോൾ നമ്മുടെ ഉപവാസം വെറും ഭക്ഷണം ഒഴിവാക്കിയ ഒരു ദിവസമായിരിക്കില്ല. അത് ദൈവത്തോട് അടുത്ത് ചെന്ന് ഒരു ആത്മീയ യാത്രയായി മാറും. നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനേക്കാൾ വലിയതാണ് ദൈവം. നമ്മുടെ ഭയത്തേക്കാൾ വലുതാണ് ദൈവം. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ദൈവം. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വരിക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, വചനം ധ്യാനിക്കുക, ആരാധിക്കുക, സ്വയം ദൈവത്തിന് സമർപ്പിക്കുക. കാരണം വിജയം നമ്മുടെ ശക്തിയല്ല, നമ്മെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റേതാണ്. ആമേൻ.